കലാസ്നേഹികളെ, ഏവർക്കും പൊയ്ക്കാട്ടുശ്ശേരി കല്ലി നാടക സമിതിയുടെ സ്നേഹ സ്വാഗതം. നാടോടി കഥകളുടെയും മുത്തശ്ശി കഥകളുടെയും ഓർമ്മക്കാലമാണ് എന്നും മലയാളി മനസ്സിൽ താലോലിക്കുന്നത്. തൊടിയിലും കൊയ്ത്തു കഴിഞ്ഞ പാടത്തുമെല്ലാം ഓടിച്ചാടി കളിച്ചു നടന്ന കുട്ടികളെല്ലാം കുളി കഴിഞ്ഞ് സന്ധ്യാനേരത്ത് മുത്തശ്ശി കഥകൾക്ക് കാതോർത്തിരുന്ന ഒരു പഴയ കാലം. അന്ന് എല്ലാ കഥകൾക്കും മേലെ എല്ലാവരും ഇഷ്ടപ്പെട്ടത് ഒരു കള്ളന്റെ കഥയായിരുന്നു. ഒരു നാടിന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവനായ കായംകുളം കൊച്ചുണ്ണി എന്ന കള്ളന്റെ കഥ. കായംകുളം കൊച്ചുണ്ണിയുടെ വീരസാഹസിക കഥകൾ എല്ലാ മനസ്സുകളിലും ഇടം നേടിയതുകൊണ്ടാകണം കള്ളന്റെ കഥകളോട് നമ്മുടെ കുട്ടികൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയത്. കായംകുളം കൊച്ചുണ്ണി ഒരു സാധാരണ കള്ളനായിരുന്നില്ല. പാവങ്ങളുടെ കണ്ണീരൊപ്പി ജീവിച്ചു മരിച്ചവൻ. എന്നാൽ എല്ലാ കള്ളന്മാരും കൊച്ചുണ്ണിയെ പോലെ ആയിരുന്നോ എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അത് അവരുടെ പ്രവൃത്തികളെയും കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നിവിടെ പറയാൻ ശ്രമിക്കുന്നത് മുത്തശ്ശിമാരുടെ കഥാശേഖരണത്തിൽ ഇല്ലാതെ പോയ ഒരു കള്ളന്റെ കഥയാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, കള്ളനകത്തുണ്ട്. പ്രിയപ്പെട്ട സാറാണ്, ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? എന്റെ പൊന്ന് കർത്താവേ, ഈ വളക്കൂട് പൊളിക്കണമേ. എന്റെ പൊന്ന് കർത്താവേ, പാവിയായ ഈ വളക്കൂട് പൊളിക്കണമേ. അന്നമ്മോ, അന്നമ്മോ, നിങ്ങൾ കണ്ടോ എന്റെ അന്നമ്മയെ?
അവൾ പോയില്ലേ? അപ്പോൾ നിങ്ങൾ കരുതും എന്റെ അന്നമ്മ അവൾ ആരുടെയോ കൂടെ ഒളിച്ചു പോയെന്ന്. അല്ല അല്ല, എന്റെ അന്നമ്മ അവൾ മാനാകയാ, മാനാക. എന്റെ അന്നമ്മ 2018 വെള്ളപ്പൊക്കത്തിൽ എന്റെ അന്നമ്മയെ കൊണ്ടുപോയി. എന്നെ അനാഥനാക്കിയല്ലോ എന്റെ പൊന്നു കർത്താവേ. ഈ വാക്കിനെ അനാഥനാക്കിയല്ലോ എന്റെ പൊന്നു കർത്താവേ. ഞങ്ങൾ എങ്ങനെ കഴിയുന്നവരാ? ഞാൻ കുടിക്കുമ്പോ അവളും കുടിക്കും, ഞാൻ പാടുമ്പോ അവളും പാടും. അതൊരു കാലം. മധുരിക്കും മകളെ മലമഞ്ചൽ കൊണ്ടുവരും, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. അന്നമ്മോ, പൊന്നന്നമ്മോ, എന്റെ അന്നമ്മോ, വാന്നമ്മോ. മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടി. മധുരിക്കുന്ന മകളെ മലമഞ്ചൽ കൊണ്ടുവരും, കൊണ്ടുപോകും ഞങ്ങളെയാ മധുരിക്കുമ്പോൾ മകളെ മലമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകും ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. അതൊരു രസല്ലേ, ആണുങ്ങള് കള്ളു കുടിച്ചാൽ അതൊരു രസല്ലേ. കള്ളു കുടിച്ച് മറിഞ്ഞു വീണ അതൊരു ലഹരിയല്ലേ. കള്ളു കുടിച്ച് മറിഞ്ഞു വീണ അതൊരു ലഹരിയല്ലേ. അമ്പമ്പോ, നല്ല മഴ വരണുണ്ട് ഇന്ന്. നല്ല കാറ്റും കാണും. ചില അവന്മാരൊക്കെ വാഴയിൽ നിന്ന് ഒടിഞ്ഞു വീഴും. വീഴട്ടെ.
ഇന്ന് ചില അവന്മാരുടെ വാഴ ഓടിയും ഒടിഞ്ഞ് വീഴട്ടെ വീഴട്ടെ. ചായ കുടിച്ചില്ല. ഞാൻ ചായ കുടിച്ചു. അല്ല, ഞാൻ ചായ കുടിച്ചില്ലെന്ന്. ഞാൻ ചായ കുടിച്ചതാ വർക്കി. ഒരു ചായക്കാശ് തന്നിട്ട് പോകട്ടെ. ഇത്തിരി തിരക്കുണ്ട് വർക്കി. തിരക്ക് കാണും, തിരക്ക് കാണും. മകളുടെ കല്യാണമൊക്കെ അല്ലേ? അല്ല വർക്കി, അതൊന്നും ആയിട്ടില്ല. ഇങ്ങനൊരു ആലോചന നടന്നു, അത്ര ഉള്ളൂ. ആലോചന നടന്നു മകളും. അപ്പൊ ഉറപ്പിച്ചതോ? എനിക്ക് ഒരിടം വരെ പോവാൻ വർക്കി. പുളിങ്കൊമ്പ് നോക്കിയല്ലേ മോള് പിടിച്ചതും പ്രേമിച്ചതും ഒക്കെ. എന്നിട്ടിപ്പോ ഒരു ആലോചന പോലും. ചില്ലറ തറവാട്ടുകാരുമായിട്ടാണോ? പുത്തൻ വീട്ടുകാരുമായിട്ടല്ലേ? ചുളിവിലെ പുത്തൻ വീട്ടിലേക്ക് ചെന്ന് കയറാമെന്നേ തന്റെ മോളും അങ്ങൊരു കരുതുണ്ടാകട്ടാ. വർക്കി വല്ലതും പറഞ്ഞോ? വർക്കി വല്ലതും പറഞ്ഞോ? ഞാനാ? അതെ, പുത്തൻ വീട്ടിലെ മഹാദേവകുറുപ്പ് വരുന്നെന്ന് പറയായിരുന്നു. നിങ്ങൾ ബന്ധുക്കൾ തമ്മിലായിരിക്കോ ഈ വർക്കി അങ്ങനെ പോവാ? ചായ കുടിച്ചില്ല. അല്ല, ചായ കുടിച്ചില്ല. അത് ചായയോ അതോ ബ്രാൻഡിയോ? അന്നമ്മോ, എന്റെ പൊന്നമ്മോ, ഈ വർക്കി അങ്ങനെ പോവാ. അന്നമ്മോ, എടോ മാഷേ, ഈ വർക്കി അങ്ങനെ പോവാ. പുത്തൻ വീട്ടുകാരെ പറ്റി ഇന്നാട്ടുകാരനെ തന്നോട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങളുടെ തറവാട് മഹിമയും ആസ്തിയും ഇന്നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് അറിയാം. സുഖവരൊന്നും പറയണ്ട മാധവക്കുറുപ്പേ. മുഖവര വേണ്ടെങ്കിൽ വേണ്ട. അപ്പോ കുട്ടിയോട് രണ്ടും ഇഷ്ടത്തിലായ സ്ഥിതിക്ക് ഞങ്ങൾ എതിര് നിൽക്കണില്ല. പക്ഷേ ഒരു കാര്യം, പുത്തൻ വീട് തറവാട്ടിലേക്ക് ഒരു പെൺകുട്ടി കയറി വരുമ്പോൾ വളരെ അന്തസ്സായിട്ട് തന്നെ വേണം. ഞാൻ പറയണത് മാഷിന് മനസ്സിലാവുണ്ടോ? കുറുപ്പിനറിയോ, റിട്ടയർഡ് ചെയ്തപ്പോ കിട്ടിയതും നീക്കിരിപ്പുള്ളതും അവൾക്ക് തന്നെ കരുതി വച്ചിരിക്കണേ. പിന്നെ ഒരു സർക്കാർ സ്കൂൾ അധ്യാപകന്റെ നീക്കിരിപ്പ് എന്തൊക്കെയാണ് കുറിപ്പിനറിയാലോ? അറിയാം. പുത്തൻ വീട്ടുകാരുടെ യോഗ്യതക്കനുസരിച്ച് മാഷിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലെന്നറിയാം. അതുകൊണ്ട് തന്നെ കുട്ടിയോട് ഇഷ്ടം, അത് മാത്രമേ ഞങ്ങൾ നോക്കണുള്ളൂ. അറിയാലോ, ചെക്കൻ എണ്ണം പറഞ്ഞ അമേരിക്കൻ കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവന്റെ ശമ്പളം മിനിറ്റിന് ഡോളർ കണക്ക്. പിന്നെ അവൻ അവിടെ നിന്ന് കിട്ടിയിട്ടും വേണ്ട പുത്തൻ വീട് തറവാട് കഴിയാനും. പക്ഷേ അന്തസ് അത് വിട്ടൊരു കാര്യത്തിനും പുത്തൻ വീട്ടുകാർ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഒന്നിനൊരു കുറവും വരുത്താതെ ഞാൻ നടത്തിക്കോളാം കുറിപ്പേ. അങ്ങനെ പറഞ്ഞ പോരല്ലോ മാഷേ. തറവാട്ടുകാർ നമ്മൾ സംസാരിക്കുമ്പോഴേ ബാക്കിയൊരു വ്യവസ്ഥ വേണം. അല്ല, മാധവക്കുറിപ്പ് എന്ത് ഉദ്ദേശിക്കണേ? കൂടുതലായൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഉദ്ദേശിച്ചിട്ടു വലിയ കാര്യമൊന്നുമില്ലെന്നറിയാം. എങ്കിലും പറയാം, 50 പവനും 10 ലക്ഷം രൂപയും പിന്നെ ഒരു കാറും. കാർ ഏത് വേണമെന്ന് മകൻ പറയും. ഈ കണക്ക് നിങ്ങളുടെ മകൾ കൂടി അറിഞ്ഞിട്ടാണോ? എന്താ സംശയം? അവന്റെ അവിടെ നിൽപ്പുണ്ടല്ലോ. മാഷിന് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം. എന്നാലും കുറിപ്പേ, എന്റെ മോളൊരു സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ? എന്ത് സർക്കാർ ഉദ്യോഗങ്ങളും പലചരക്കടയിൽ പറ്റും കറണ്ട് ബില്ലും കഴിച്ചാൽ പിന്നെ എത്ര 500 നോട്ടുണ്ടാവും താനീ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ കീശയിൽ? അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനം പറ. കരുതി വെച്ചതെല്ലാം കൂട്ടി ഏകദേശം ഒരു 50 പവൻ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ പണത്തിന്റെ കാര്യം
അതല്പം പ്രശ്നമാണ് കുറുപ്പേ. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ കുറുപ്പേ, അത് പ്രശ്നമാകും. പ്രശ്നമാക്കാതെ കുറുപ്പേ. ഞാൻ എന്റെ വീടിരിക്കുന്ന സ്ഥലം വിൽക്കാം. മകളുടെ കല്യാണം നടക്കണമല്ലോ. എനിക്ക് എവിടെയെങ്കിലും അന്തി ഉറങ്ങിയാൽ മതിയല്ലോ. അതിനൊരു വാടക മുറി തന്നെ ധാരാളം. അത് നല്ല തീരുമാനം. ഞങ്ങൾക്ക് ആഭരണങ്ങളെല്ലാം ഒന്ന് കാണണം. ഇത് എല്ലാം പുതിയ മോഡലൊക്കെയാണത്, ഒന്ന് അറിയണമല്ലോ. 2 ദിവസം കഴിഞ്ഞ്, അതായത് ഞായറാഴ്ച വീട്ടിലേക്ക് വാ, എല്ലാം കാണാം. ഞാനേ ആഭരണങ്ങളെടുത്ത് വീട്ടിൽ സൂക്ഷിക്കാം. എന്താ അങ്ങനെ ആവാല്ലേ? ഓക്കെ, അങ്ങനെയാവാം. പക്ഷേ വാക്കിന് വല്ല മാറ്റവും വന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തിന്റെ ഉത്തരവാദിത്വവും മാഷിന് മാത്രമായിരിക്കും. പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ പെങ്കച്ചുങ്ങളാ. അതുങ്ങൾ എന്തെങ്കിലും കടുകൈ കാണിച്ച് അതും പറഞ്ഞ് പുത്തൻ വീട് തറവാട്ട് പഠിക്കല് കയറാമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനം പറ. മോനെ, വണ്ടി എടുക്കണം. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ കാത്ത് രക്ഷിക്കണേ. വലതു മാറി ഇടത് മാറി ഞെരിഞ്ഞ പിന്നെ വലതു മാറി ഞെരിഞ്ഞവരായോ. എന്റെ ലോകനാർക്കാവിലമ്മ വന്ന് ഞെരിഞ്ഞവരാനൊന്നും വയ്യാണ്ടായിരിക്കുന്നു. പ്രായത്തിന്റെയാ. തങ്കുമ്മോ, എന്താ അവിടെ പരിപാടി? ഇവിടെ നിന്റെ കുഞ്ഞമ്മയുടെ 28 കെട്ട്. അല്ല പിന്നെ ഇവിടെ കുറച്ച് ന്യൂജൻ പിള്ളേരുണ്ട്. അവന്മാരെ തങ്കപ്പങ്കുരുക്കളെന്ന എന്റെ പേര് മാറ്റി തങ്കുവമ്മാവനെന്നാക്കി. അവനൊക്കെ 2 എണ്ണം പോച്ച. പിന്നെ ഞാന് തങ്കു അളിയനാ. ഇവനെയൊക്കെ എന്നെങ്കിലും എന്റെ കയ്യിൽ കിട്ടും. ഈ 18 കളരിക്ക് ഗുരുക്കളായ എന്നോടാ അവന്റെയൊക്കെ കളി. എന്റെ കയ്യിൽ കിട്ടിയാലേ അവനൊക്കെ എന്റെ ഈ ചൂണ്ടുവിരലിന്റെ ശക്തി അറിയും. അല്ല പിന്നെ വല അല്ലെങ്കിൽ വേണ്ട, നാളെയാക്കാം.
കള്ളന, നീ എന്തിനാടാ എന്റെ വീട്ടിൽ കയറിയത്? കള്ളൻ എന്തിനാ വീട്ടിൽ കയറുന്നത്? കക്കാൻ. ഇവിടെ ഇവിടെ ഒരു വയസ്സിന് ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് അറിഞ്ഞു. മക്കളൊക്കെ വിദേശത്താണെന്ന് അങ്ങനെ അങ്ങനെ വന്ന് കയറിപ്പോയതാ. ആട്ടെ, എന്താ നിന്റെ പേര്? വേല വേലായുധ വേലായുധ നടത്തിപ്പറമ്പ്. സത്യം തന്നെയാണോടാ? അയ്യോ, അമ്മയാണ് സത്യം. വേണമെങ്കിൽ ആധാർ കാർഡ് കാണിച്ചു തരാം. എടാ വേലായുധ, നിന്നെ ഈ പണിക്ക് കൊള്ളത്തില്ലടാ. ഏതെങ്കിലും കള്ളൻ അവന്റെ പേരും മേൽവിലാസവും ഒക്കെ പറഞ്ഞ് കക്കാനിറങ്ങോ? അല്ലെങ്കിൽ തന്നെ മക്കള് വിദേശത്താണെന്നും പറഞ്ഞ് നീ ഇവിടെ വന്നു കയറിയിട്ട് എന്താ കാര്യം? അതെന്നാ എടാ മണ്ട, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും സ്വർണവും പണവും ഒക്കെ വീട്ടിൽ സൂക്ഷിക്കോ? എവിടത്തെ കള്ളനാണ്? കള്ളനായാലേ ആദ്യം മോഷ്ടിക്കാൻ പോകുന്ന വീടും പരിസരവും ഒക്കെ മനസ്സിലാക്കി വെക്കണം. അല്ലാതെ നേരെ ഇങ്ങ് കയറി വരികയല്ല വേണ്ടത്. അത് ശരി. അപ്പൊ ഗുരുക്കൾ നമ്മളാളായിരുന്നല്ലേ? മുഖലക്ഷണം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് മെനകെട്ടവന് കള്ളന് നിന്റെ തന്തയാടാ. നിനക്ക് നല്ല ആരോഗ്യമുണ്ടല്ല, പണിയെടുത്ത് ജീവിച്ചുകൂടെ? ഇത് തന്നെയാ എല്ലാവരും പറയുന്നത്. എല്ലാവരുടെയും വിചാരേ മോഷണം അത്ര എളുപ്പമുള്ള പണിയാണെന്ന്. ഇതേ ബുദ്ധിശക്തി കായിക ശക്തി ഒക്കെ പ്രയോഗിക്കേണ്ട ഒരു പണി തന്നെയാ. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഒരു വീട്ടിൽ കയറി പറ്റുന്നതെന്ന് അറിയൂ. എന്നാലോ കിട്ടിയാ വല്ലതും കിട്ടി. ഇതുപോലെ പിടിക്കപ്പെട്ടാലേ നല്ല തല്ലാവും കിട്ടുക. ഇതൊക്കെ സഹിക്കാൻ കഴിയണം. ഇത് ബീരിക്കൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, ധീരന്മാരുടെ പണിയാ, ധീരന്മാരുടെ. പിന്നെ ഒരു വീരം വന്നിരിക്കുന്നു. ഗുരുക്കളെ, സ്ഥായിയായ രൂപമോ വേഷമോ ഇല്ലാത്ത രണ്ട് കൂട്ടരേ ഇവിടെ ഉള്ളൂ. ഒന്ന് ഈശ്വരൻ, രണ്ട് കള്ളൻ. ഓ, സാഹിത്യവും വശമുണ്ടല്ലോ. എടാ, നീയേ കള്ളനായാലേ ഇങ്ങനെ വെറുതെ കറങ്ങി നടന്ന പോരാ. സമ്പന്നന് കണ്ണു വെക്കാത്ത എത്ര പേരുണ്ട് ഗുരുക്കളെ ഈ നാട്ടിൽ. ഒരു കടക്കാരൻ പരസ്യത്തിലൂടെ അവന്റെ കടയിലേക്ക് ആളെ ക്ഷണിക്കുന്നത് അവന്റെ മുതല് കണ്ടിട്ടല്ലേ? അതിലില്ലേ ഒരു കള്ളത്തരം. ഇലക്ഷൻ സമയം ആവുമ്പോഴേ ഒരു രാഷ്ട്രീയക്കാരൻ വന്ന് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നത് അവന് നേട്ടമില്ലാഞ്ഞിട്ടാ. അതിലില്ലേ ഒരു കള്ളത്തരം. ഇയാള് കൊള്ളാമല്ലോടെ വേലായതാ. പക്ഷെ ഗുരുക്കളെ, മറ്റെല്ലാ കള്ളന്മാരെയും പോലെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണാവോ അത്? ഒരു വലിയ മോഷണം നടത്തി റിട്ടയർ ആവുക. അല്ല, ഞങ്ങൾക്ക് ഈ PF പെൻഷനും ഗ്രാറ്റുവിറ്റി ഒന്നും ഇല്ലല്ലോ. അത് നീ പറഞ്ഞത് നേരാ. അതിന് നീ എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അതേ കൈയിരിക്കട്ടെ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, പറയില്ലല്ലേ. നിന്നെ എനിക്ക് നീയേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. അയ്യോ, പാതിരാത്രിയല്ല, പകല്. എനിക്കാണെങ്കിൽ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഇവിടെ ആരുമില്ല. അയ്യോ, മക്കളൊക്കെ വിദേശത്തല്ലേ, അങ്ങോട്ട് പോയിക്കൂടെ? മക്കള്, ഈ ചോദ്യം വിദേശത്ത് മക്കളുള്ള എല്ലാ പിതാക്കന്മാരും കേൾക്കുന്നതാണ്. അതിനെല്ലാം ഉത്തരം എന്നും ഒരു ചിരിയായിരിക്കും. അത് ഉറ്റവരും ഉടയവരും ഉണ്ടായിട്ടും അനാഥത്വം പേറുന്നവന്റെ നിസ്സഹായാവസ്ഥ.
വേലായുധാ, നീ പോയിക്കോ വേലായുധാ, ഞാനൊന്ന് കിടക്കട്ടെ. അല്ല ഗുരുക്കളെ, ഒന്നാം തീയതി മോഷ്ടിക്കാൻ ഇറങ്ങിയിട്ടാണെങ്കിൽ മെനക്കേട്, അതിന് ചായക്കാശ് കൂടെ കിട്ടിയില്ലൊരു മോശമാ. അതിന് അതുകൊണ്ട് ആ കിണ്ടി കിടത്തോട്ടെ. എടാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോശമാണിത്. ഇനി വേലായതിന് വേലയെടുക്കാതെ സുഖമായി ജീവിക്കാനുള്ള വകയായി. മനുഷ്യന്മാര് ഇതിന് മാത്രം സ്വർണം വീടുകളിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ദൈവങ്ങളെ? അത് കള്ളന് കൊടുക്കാനാണെന്ന് ദൈവങ്ങളെ. കക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള പണിയാണ് അളവ് മുതൽ സംരക്ഷിക്കാൻ. തൽക്കാലം ഇത് എവിടെയെങ്കിലും ഒളിപ്പിക്കാം. എന്നിട്ട് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒന്ന് തണുക്കുമ്പോ അതിയെ ഇതെവിടാ ഒന്ന് സൂക്ഷിക്കാം. എന്താ പക്ഷെ അത്യാവശ്യമായി കാണുന്നു പറഞ്ഞത്? എനിക്കെന്ത് പറയണമെന്ന് അറിയില്ല മെമ്പറെ. സത്യത്തിൽ മരിക്കണോ അതോ ജീവിക്കണോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മാഷ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളെല്ലാവരും മാഷ കൂടിയില്ലേ? എന്താ പറ്റിയത്? മെമ്പറെ, ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ കള്ളം കയറിയണോ?
വരൂ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. പോലീസ് സ്റ്റേഷനിലൊക്കെ പോകാൻ പറ്റുന്നത്ര എന്റെ നെഞ്ചിലെത്തി വേറെയാ എന്റെ മകളുടെ കല്യാണം. മാഷ് എന്തൊക്കെയാ പറയുന്നത്? കല്യാണമൊക്കെ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചില്ലേ? അതിനെന്താ? ബഷീറേ, മകളുടെ കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കാനായിട്ട് വസ്തു വിറ്റതും കടം വാങ്ങിയതും സ്വരൂപിച്ചതുമായ 50 പവന ആ കള്ളൻ ഇന്നലെ കൊണ്ടുപോയത്. ആ ദുഷ്ടൻ ഒരിക്കലും ചെന്ന് പിടിക്കില്ല. മാഷത് പണിയെ കളിച്ചു. ഇന്നത്തെ കാലത്ത് സ്വർണമൊക്കെ ആരെങ്കിലും വീട്ടിൽ സൂക്ഷിക്കുമോ? അതറിയാത്തല്ല ബഷീറേ, ഇന്ന് ചെക്കന്റെ വീട്ടുകാർ ആഭരണങ്ങൾ കാണാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് ലോക്കറിൽ നിന്ന് ആഭരണങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചതാ. ആലോചിച്ചിട്ട് എനിക്ക് ഒരെത്തും പിടി കിട്ടുന്നില്ല. എന്റെ കയ്യും കാലും വിറയ്ക്കാനുണ്ട്. നമുക്ക് പയ്യനോട് സംസാരിക്കാം. ഞാൻ അവരുമായിട്ട് സംസാരിച്ചോളൂ. അപ്പൊ അവര് പറയാ ഞാൻ കള്ളം പറയാണെന്ന്. നീ കള്ളം സ്വർണം കൊണ്ടുപോയാലും ഇല്ലെങ്കിലും പറഞ്ഞ ആഭരണങ്ങൾ ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ലതോ. എന്റെ മോളുടെ കല്യാണം മുടങ്ങിയ ഒരു നിമിഷം പോലും ഞാൻ ജീവനോടെ ഇരിക്കില്ല ബഷീറ. മാഷിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ ചോദിക്കട്ടെ മാഷെ, ഇത്രയും പഠിപ്പും വിവരമൊക്കെ ഉള്ള മാഷി അല്ല, മാഷെ കുറ്റപ്പെടുത്തുകയല്ല, എന്തിനാ കണക്ക് പറഞ്ഞ് പെണ്ണിന് ചോദിക്കുന്നവർക്ക് നാളെ കെട്ടിച്ചു കൊടുക്കാതിരിക്കുന്നത്? അതൊന്നും അറിയാത്തല്ല ബഷീറ. സ്വന്തം മക്കളുടെ കാര്യത്തിൽ എല്ലാ മാതാപിതാക്കളും സ്വാർത്ഥരായിരിക്കില്ലേ? പ്രത്യേകിച്ച് എന്റെ കുടുംബത്തെ പറ്റി ബഷീറിന് അറിയാലോ. ഉണ്ടായിരുന്നു ഒരു ആന്തരി. അവൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ അത് സാധിച്ചു കൊടുത്തില്ല. എന്തിന്? അവന്റെ നന്മയ്ക്ക് വേണ്ടി. എന്നിട്ട് എന്തുണ്ടായി? പൊതിഞ്ഞു കെട്ടിയ മകളുടെ ശരീരം ദാ ഈ കൈകളിൽ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? എന്താ എന്റെ മകൻ ചോദിച്ചത്? ഒരു മോട്ടോർ സൈക്കിൾ. അവൻ വഴിതെറ്റി പോകല്ലേ എന്ന് കരുതി ഞാൻ അത് വാങ്ങിക്കൊടുത്തില്ല. പകരത്തിന് അവൻ ചെയ്തതോ കൂട്ടുകാരന്റെ വണ്ടി എടുത്തു കൊണ്ടുപോയി ഒരു ലോറിക്ക് മുമ്പിൽ ജീവിതം അവസാനിപ്പിച്ചപ്പോ ബാക്കിയായത് എന്റെയും അവന്റെ അമ്മയുടെയും കണ്ണുനീരാ. അതുപോലെ എന്റെ മകളുടെ ഇഷ്ടം നോക്കാതിരുന്നാൽ എന്റെ ശവത്തിനടുത്തിരുന്ന് കരയാനിൽ എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. അവളുടെ ഇഷ്ടത്തിന് നിൽക്കാൻ എന്നെ കൊണ്ടാവൂ ബഷീറേ. മാധവക്കുറിപ്പിന്റെ മകളും തമ്മിൽ ഇഷ്ടത്തിനാണ് അറിഞ്ഞേ. ആദ്യമൊക്കെ എന്റെ മനസ്സിന് അല്പം വിഷമമുണ്ടായെങ്കിലും എന്റെ മകൾ കണ്ടെത്തിയത് യോഗ്യനാണെന്ന് കരുതി ഞാൻ സന്തോഷിച്ചു. നല്ല കുടുംബം, നല്ല ജോലി. ഒരച്ഛനായി എനിക്ക് വേറെ എന്താണോ വേണ്ടേ? പയ്യന്റെ വീട്ടുകാർ പറഞ്ഞതൊന്നും എന്റെ മകൾ അറിഞ്ഞിട്ടില്ല. ഇത് മുടങ്ങിയ എന്റെ മകൾ. തങ്ങളുടെ യോഗ്യത കൂടുതൽ സ്ത്രീധനം മേടിക്കുന്നതാണ് ചിന്തിക്കുന്ന മൂടന്മാരായ തറവാട്ടുകാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഈ സമൂഹത്തിന് അപമാനമാണ്. അല്ല, മാഷ മകളെ പണിയിക്കുമ്പോൾ ഈ ഒരു ഡിമാൻഡൊക്കെ ഉണ്ടായിരുന്നെന്ന് അവരോട് ചോദിക്കണം. സ്വർണത്തിന്റെ കന കൊണ്ട് പെണ്ണിനെ അളക്കുന്നവൻ നല്ലൊരു ഭർത്താവല്ല, നല്ലൊരു അച്ഛനല്ല, നല്ലൊരു മനുഷ്യനുമല്ല. പക്ഷേ വരൂ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. എന്ത് പറ്റിയടാ വേലായുധ? ഓ, ഒന്നും പറയണ്ട നായര് കേട്ടാ, കുളിമുറിയിൽ ഒന്ന് തെന്നി വീണു. വേലായുധ, നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാനേ 114 നമ്പർ കരയോം പ്രസിഡന്റാ, എന്നെ പ്രസിഡന്റ് എന്ന് വിളിച്ചാ മതി. അല്ലേലും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് കൈയും കാലം ഒടിയുന്നവന്മാർ പറയുന്ന സ്ഥിരം ഡയലോഗാ കുളിമുറിയിൽ തന്നെ വീണു, കുളിമുറിയിൽ തന്നെ വീണു. 4 കമ്പും 3 ബീർ ഓലയും കൊണ്ട് വേഗം എങ്ങനെ വീഴാനാടാ?
എന്നാലേ പ്രസിഡന്റ് എനിക്കൊരു കുളിമുറി കെട്ടിത്താ. അറിവായിരുന്നല്ലോ. എടാ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സമുദായക്കാർ കൂടുതലുള്ളായിരുന്ന ഈ വാർഡിൽ മത്സരിക്കാൻ നിന്ന എന്നെ തോൽപ്പിച്ച് ആ ബഷീർ ജയിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. സത്യമായിട്ടും പ്രസിഡന്റ് ചേട്ടാ, നിങ്ങൾക്ക് കിട്ടിയ 23 വോട്ട് അതിൽ ഒരെണ്ണം അതെന്താ? ഒന്ന് പോയടാ. നീയൊക്കെ ആ വടക്കേന്ത്യക്കാരെ കണ്ടുപിടിക്കണം. അവിടെ സമുദായ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയാ, ഗ്യാരണ്ടി. നീയൊക്കെ ഇവിടെ അന്യ സമുദായക്കാരനല്ലേ വിജയിപ്പിച്ചേ? എടാ, അവനവന്റെ കാര്യം നേടണമെങ്കിൽ അവനവന്റെ സമുദായം തന്നെ ജയിക്കണം. മനസ്സിലായോ? പ്രസിഡന്റ് ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടൻ അന്ന് ജയിച്ചിരുന്നതില് വെറും മെമ്പറാ, മെമ്പർ. ഇപ്പോഴാണെങ്കിലോ പ്രസിഡന്റ് അല്ലയോ പ്രസിഡന്റ്. ഒന്ന് പോടാ. എടാ, ഞാൻ ജയിച്ചിരുന്നില്ലേ പഞ്ചായത്ത് പ്രസിഡന്റാ. നീയൊക്കെ ജയിപ്പിച്ചു വിട്ടവർക്കുണ്ടല്ലോ, അവനെ മെമ്പറാ, വെറും മെമ്പർ. എന്താ കരിയർ പ്രസിഡന്റ് മെമ്പറെ പറ്റി പറയുന്നത്? വല്ല കുഴപ്പമുണ്ടോ പ്രസിഡന്റ്? എന്ത് കുഴപ്പം? മൊത്തം നാട് നയിക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയായിരുന്നു. പ്രസിഡന്റിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അടുത്ത കരിയർ മീറ്റിംഗിന് ശേഷം കരിയർ മൊത്തം നയിക്കാൻ ഒരു തീരുമാനം എടുത്തൂടെ? ശരിയാ, അങ്ങനെ ഒരു തീരുമാനം എടുക്കാം അല്ലേ പ്രസിഡന്റ്? എല്ലാ കൊല്ലം ഒരേ പേര് കേട്ട് കേട്ട് കരയോഗത്തിലെ ആളുകൾക്ക് ബോറടിക്കുന്നുണ്ടാവും. ശരി, വാർഡ് ഭരണം പോലെ എന്താ കരയോഗ ഭരണം? അതിന് ഇച്ചിരി പ്രായവും പക്വതയും ഒക്കെ വേണം. നിസാരക്കളിയല്ല. അതൊക്കെ നിങ്ങളുടെ കരിയർക്കാര്. ഞാൻ എന്തായാലും പ്രസിഡന്റ് ഒന്ന് കാണാനിരിക്കാൻ. എന്താണോ കാര്യം? നമ്മൾ എല്ലാ കൊല്ലവും നമ്മുടെ വാർഡിൽ സേവനവാരം നടത്താറുണ്ട്. ഉണ്ടല്ലോ, വല്ല റോഡ് വൃത്തിയാക്കലോ കുളം വൃത്തിയാക്കലോ അങ്ങനെയൊക്കെ അല്ലേ? അല്ല, നമ്മുടെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ ഇതൊക്കെ നേരത്തെ വൃത്തിയാക്കിയല്ലോ. ഇനി ഇവിടെ വൃത്തിയാക്കാൻ എന്താ ഉള്ളേ? അതെ, അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. ഇപ്രാവശ്യം നമുക്ക് വൃത്തിയാക്കൽ മാറ്റി മറ്റൊരു കാര്യം ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത്. എന്ത് കാര്യം? നമുക്ക് നാട്ടുകാർക്ക് ഭീഷണിയായ ഈ കിണറങ്ങ് നികത്തിയാലോ? ഈ കിണറൊക്കെ നിർത്താന്ന് പറഞ്ഞാൽ മണ്ണൊക്കെ ഒരുപാട് വേണ്ടേ? അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് എന്ത് പറയുന്നു? ബഷീറേ, നമ്മൾ സംഭരണികൾ സംരക്ഷിക്കുകയല്ലേ വേണ്ടത്, എടുത്തതല്ലോ. അതെ, അത് വളരെ ശരിയാ. അതെ, പടവുകൾ ഏറെക്കുറെ നശിച്ച ഈ കിണർ സംരക്ഷിക്കുക എന്ന് പറയുന്നത് പ്രായവുമില്ല. മാത്രവുമല്ല, ഈ റോഡ് വീതി കൂട്ടുമ്പോൾ എന്തായാലും ഈ കിണർ പോകും. പ്രസിഡന്റ് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതെയോ? എന്നാ നിങ്ങൾ ധൈര്യം കണ്ടു നോക്കൂ. ഞാനും എന്റെ സമുദായം കൂടെ തന്നെ ഉണ്ടാവും. പ്രസിഡന്റ് പ്രസിഡന്റ് മെമ്പർ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ദൈവമേ, കണ്ട് തിരുകുന്നവന്നല്ല. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് ഞാൻ. കള്ളം പറയില്ല. ഉണ്ടാക്കി വെച്ച ആഭരണങ്ങളെല്ലാം കളഞ്ഞു. പോലീസിൽ പരാതിപ്പെട്ടുണ്ട്. നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ വകകളെല്ലാം ഞാൻ തന്നു. എനിക്ക് കുറച്ചും കൂടി സാവകാശം കൊടുക്കാൻ. രാഘവൻ മാഷേ, ഞങ്ങളെ തറവാട്ടുകാരുമായുള്ള ബന്ധം ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ ചോദിക്കും, തറവാട്ടുകാരല്ലേ എന്ന്. എടോ, തറവാട്ടുകാരായാലേ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഞാൻ പറഞ്ഞല്ലേ കുറിപ്പേ, ഉണ്ടാക്കി വെച്ചതെല്ലാം കളവുപോയ ഒരു അച്ഛന്റെ മനോവേദന നിങ്ങൾ കാണണം. എന്റെ കുട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞ വകകളെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നു. എനിക്ക് കുറച്ചും കൂടി സാവകാശം, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. എങ്കിലേ ആ സാവകാശത്തിന് ശേഷം മതി ഇനി കല്യാണത്തെ പറ്റി ആലോചിക്കുന്നത്. കല്യാണക്കുള്ളി അടിച്ച് നാട്ടുകാരെ എല്ലാവരെയും കല്യാണം വിളിച്ചിട്ട് ഈ കല്യാണം മുടങ്ങിയ ഞാൻ എങ്ങനെ കുറിപ്പ് ഈ നാട്ടുകാരുടെ മുഖത്ത് നോക്കും?
നാട്ടുകാരുടെ മുഖത്ത് നിവർന്ന് നോക്കാനായിട്ട് മതി ഇനി ഈ കല്യാണം. ഞങ്ങൾക്ക് ഈ നാട്ടുകാട് പറയാൻ ഒരു കാരണമുണ്ട്. അതില്ലാത്തത് നിങ്ങൾക്കാ. നിങ്ങളെ കള്ളനും പോലീസും കളിയൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ വെച്ചാൽ മതി മാഷേ. പിന്നെ ഈ പ്രേമവും സ്നേഹം എന്നൊക്കെ പറഞ്ഞ് എന്റെ ചെക്കൻ നിങ്ങളുടെ പെണ്ണെ കൂടിക്കൊണ്ടുപോകുന്ന വിചാരിക്കണ്ട. കാശിന്റെ കാര്യത്തിലാണെങ്കിലും അഭിമാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവൻ എന്നെ മാത്രം അനുസരിക്കും, എന്നെ മാത്രം. മാധവ് കുറുപ്പേ, കുറുപ്പേ, കുറുപ്പേ. മോളെ ഭാവനെ, മോളെ ഭാവനെ. അച്ഛൻ എപ്പോഴും ഇങ്ങനെ വിഷമിക്കാതെ. കള്ളം കൊണ്ടുപോയത് സ്വർണ്ണമല്ലേ, ജീവനൊന്നുമല്ലല്ലോ. ചില സമയങ്ങളിൽ സ്വർണത്തിന് മനുഷ്യന്റെ ജീവനേക്കായി വിലയുണ്ട് മോളെ. അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരുന്ന പറ്റില്ല. ഈ സ്വർണ്ണമില്ലാത്തതിന്റെ പേരിൽ കല്യാണമൊന്നും മുടങ്ങാൻ പോകുന്നില്ലല്ലോ. അച്ഛനെ ആവശ്യമില്ലാത്ത കാര്യം ചിന്തിക്കരുത്. ഇങ്ങനെ കല്യാണം നടക്കേണ്ട വീടല്ലേ. കിരണിനെയാണെങ്കിൽ ഇന്നലെ മുതൽ വിളിച്ചിട്ട് കിട്ടുന്നതേ ഇല്ല. എന്റെ ഈശ്വര, കല്യാണ പെണ്ണാവാൻ നിൽക്കണ എന്റെ കുട്ടീനോട് ഞാൻ എങ്ങനെയാ പറയാ ഈ കല്യാണം മുടങ്ങിയെന്ന്? ഈ ഒരവസ്ഥ ഒരച്ഛനും ഉണ്ടാകല്ലേ എന്റെ ഈശ്വര. അവൾ അമ്മയാണ്, ദേവിയാണ്, ഐശ്വര്യമാണ്. കല്യാണ ചന്തയിൽ പണത്തിന് വിലപേശി നിൽക്കുന്ന ഇരുകാലി മാത്രമാണ്. വിവരവും വിദ്യാഭ്യാസവും ഈ സമൂഹത്തിൽ ഉയർന്നിട്ട് ഇതിനൊരു മാറ്റമില്ലല്ലോ എന്റെ ഈശ്വര. കതിർമണ്ഡപത്തിലേക്ക് കയറാൻ നിൽക്കണ എന്റെ കുട്ടി ഇനി കല്യാണം മുടങ്ങി ഒരു പെണ്ണാകുമല്ലോ. ഇല്ല ഇല്ല, ഇത് കാണാൻ ഈ രാഘവമോൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. ഇല്ല ഇല്ല, ഇത് കാണാൻ ആശാൻ ഉറങ്ങിയെന്നാ തോന്നുന്നത്. ആർക്കാടാ ഈ പാതിരാത്രിയിൽ ആശാനെ കാണാൻ മുട്ടി നിൽക്കണത്? എടാ വേലായുധ, നീ നിന്റെ പെണ്ണും പിള്ളയുടെ വാക്കും കേട്ട് ഈ പാതിരാത്രി എന്നോട് മുട്ടാനാ നിന്റെ ഭാവമെങ്കിൽ എന്റെ ചൂണ്ടുവിരലിന്റെ ശക്തി നീ ഇന്ന് ശരിക്കറിയും. കാര്യം നിന്റെ പെണ്ണും പിള്ള കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ വഴി പോയി എന്നുള്ളത് സത്യമാണ്. അതെ, ഞാൻ ആടലോടെ ഇല പറിക്കാൻ പോയതാ, അല്ലാതെ നീ കരുതുന്ന പോലെ
ആശാൻ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ ആരാണെന്ന് ആശാന് മനസ്സിലായോ? എടാ, നീ ആ വനജയുടെ കെട്ടിയോൻ വേലായുധനല്ലേ? എന്റെ ആശാനെ, ഞാൻ വനജയുടെ കെട്ടിയ വേലായുധൊന്നും അല്ല. ഞാൻ വേലായുധൻ പടത്തിപ്പറമ്പ് ആശാനെ, അവൻ വേലായുധൻ. നീ ആയിരുന്ന നീതേ ഈ പാതിരാത്രിയിൽ വന്നതെന്തിനാ? വല്ലയിടത്തും മോഷ്ടിക്കാൻ പോകുന്ന വഴിയാണോ അതോ മോഷണം കഴിഞ്ഞു വരുന്ന വഴിയാണോ? എന്റെ ആശാനെ, വെറുതെ അതുപോലും പറഞ്ഞ സമയം കളയരുത്. ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് ആശാനെ. ധർമ്മമില്ലാത്ത നിനക്ക് എവിടെ നിന്നാടാ ധർമ്മസങ്കടം? നീയേ കള്ളനല്ലേ, അപ്പോൾ നിന്റെ കള്ളസങ്കടം. ആശാനെ, തമാശ പറഞ്ഞ സമയമല്ലത്. എന്നെ രക്ഷിക്കണം. ഞാൻ ആകെ പെട്ടു നിൽക്കുകയാണ് ആശാനെ. ആശാനെ കണ്ട് ഒരു ഉപദേശം വാങ്ങാൻ വേണ്ടിയാ ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ ഇവിടെ വരെ വന്നു. ഇത് കൊള്ളാമല്ലോടെ വേലായുധാ. ആരാടാ നിന്റെ ഈ കാല് കൈപിടിച്ചത്? ആശാനെ, ആശാനെ, ഞാൻ അന്ന് ആശാനോട് പറഞ്ഞതുപോലെ എന്റെ അവസാനത്തെ മോഷണം നടത്തി ആശാനെ. നീ ആള് കൊള്ളാമല്ലോടെ വേലായുധാ. ഇനി നിന്റെ റിട്ടയർമെന്റ് ലൈഫൊക്കെ അടിച്ചു പൊളിക്കാമല്ലോ. എന്റെ ആശാനെ, ഞാൻ മോഷ്ടിച്ചു എന്നുള്ളത് സത്യ. പക്ഷെ ആ മുതല് അത് എന്റെ കയ്യിലില്ല ആശാനെ. നീ എന്തൊക്കെയാണ് വേലായുധാ ഈ പറയുന്നേ? അതെ ആശാനെ, ഞാനത് ആ സ്വർണം ഒളിപ്പിക്കാൻ വേണ്ടി ഒരു പൊട്ടക്കിണറിന്റെ അടുത്ത് പോയതാ. എന്റെ കയ്യിൽ നിന്ന് ആ കിണറ്റിലേക്ക് വീണ് പോയി ആശാനെ. ആഹാ, അത്രയുള്ള കാര്യം. മണകുണച്ച അതാ കിണറിൽ വീണ് കിടക്കുക. നിനക്ക് സൗകര്യം പോലെ ചെന്നതെങ്കിൽ എടുക്കാൻ പോരെ. എന്റെ ആശാനെ, ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ അത് എങ്ങനെ ഇറങ്ങിയെടുക്കും? മണ്ട, നിന്റെ ഈ കാല് ശരിയായിട്ട് സൗകര്യം പോലെ ചെന്നെടുത്താ പോരെ. ശിവൻ എവിടത്തെ കള്ളനാടോ? എന്റെ ആശാനെ, അതാ പ്രശ്നം. അവരുടനെ ആ കിണർ മൂടാൻ പോവാ. എത്രയും പെട്ടെന്ന് മുതൽ അവിടെ എടുത്തില്ലെങ്കിൽ എന്റെ ആശാനെ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അതൊരു വല്ലാത്ത പ്രശ്നമായി പോയല്ലോടോ വേലായുധാ. നീയേ നിന്റെ കൂട്ടുകാരെ കള്ളന്മാരെ ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോയി അത് എടുപ്പിക്കുക. എന്റെ ആശാനെ, അതൊന്നും ശരിയാവൂല. വേറെ ആരെങ്കിലൊക്കെ വിളിച്ചോണ്ട് പോയി എടുത്താൽ അവർക്കൂടെ ഷെയർ കൊടുക്കേണ്ട വരില്ലേ? ഓ, നീ പിന്നെ പാടത്തും പറമ്പിലും പണിയെടുത്തുണ്ടാക്കിയ മുതലല്ലേ അത്. അപ്പൊ നിനക്ക് ഷെയർ കൊടുക്കാൻ വിഷമം കാണും. അതല്ല ആശാനെ, ഈ കള്ളന്മാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളുന്നില്ലെന്നേ. അത് നീ പറഞ്ഞത് നേരാ. അതെ, എന്താ നിന്റെ പ്രശ്നം? ആശാനെ, എങ്കിലും അവിടെ എടുക്കണം. അതേ ഉള്ളൂ. നീ ഒരു പണി ചെയ്യും. നീയേ രാവിലെ തന്നെ കുളിച്ച് വൃത്തിയായി അടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനിയേ ദൈവത്തിന് മാത്രമേ നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ആശാൻ ഇപ്പൊ എന്താ പറഞ്ഞു? നീയേ അടുത്തുള്ള അമ്പലത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. ഇനി അങ്ങേർക്ക് മാത്രമേ നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂന്ന്. ആശാനെ, എന്റെ പൊല്ല ആശാനെ, വലിയ ഉപകാരം ആശാനെ, വലിയ ഉപകാരം.
ഇയാളെന്താ ഈ സമയത്ത് ഇവിടെ? വേഗം തട്ടിപ്പോയോ? ഹലോ ഇതിനൊന്നും കാലം ഒരു വേണ്ടേ? ഉറങ്ങാനും പോയി അമ്മയ്ക്കാണോ നീ എവിടുത്തെ തണ്ടി? നിന്നെ ഉണ്ടല്ലോ പാട്ടി. നിന്നെ എപ്പോ നോക്കിയാലും ഈ കിണറിന്റെ അടുത്ത് തന്നെ കാണാലോ. എനിക്ക് ഈ വയ്യാത്ത കാലം വെച്ച് വീട്ടിലെങ്ങാനും ഇരുന്നാൽ പോലെ. എനിക്കിത്തിരി സമുദായ സ്നേഹം ഉണ്ടായിപ്പോയി. നാട്ടിൽ ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോ സമുദായ സ്നേഹമുള്ള ആർക്കെങ്കിലും വീട്ടിൽ പോയിരിക്കാൻ പറ്റുമോ? അതെന്താണ് വേല ഏതാ? ഈ പ്രസിഡന്റ് അറിയാത്ത നമ്മുടെ സമുദായത്തിലെ പ്രശ്നം. എന്റെ ചേട്ടാ, അല്ലെങ്കിൽ തന്നെ കണ്ടവന്മാരൊക്കെ നമ്മുടെ സമുദായത്തെയും മതത്തെയും ഒക്കെ ചവിട്ടി തേക്കുന്ന ഒരു കാലഘട്ടം കൂടിയാ ഇത്. അത് നീ പറഞ്ഞ നേരാ. അല്ല, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറ. എന്റെ ചേട്ടാ, ദേ ആ കാണുന്നത് എന്താ? അത് ക്ഷേത്രമല്ലേ? വെറും ക്ഷേത്രമല്ല, നമ്മുടെ സമുദായം വക ക്ഷേത്രം. ശരിയാണേ? അത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. എന്നാലേ പണ്ട് ഈ ക്ഷേത്രം പുതുക്കി പണിതപ്പോ വെള്ളം എടുത്തത് എവിടെന്നാ? ഈ കിണറിൽ നിന്നല്ലേ? അന്ന് ഈ കിണറ് നല്ലതായിരുന്നല്ലോ. അല്ല, പോരാത്തതിന് ഇവിടെ വലിയ റോഡുമില്ല. എന്റെ ചേട്ടാ, ക്ഷേത്രം പുതുക്കി പണിയാൻ ഈ കിണറിൽ നിന്ന് വെള്ളം എടുക്കും. ഇപ്പൊ ഇത് മൂടാനും പോകും. വെറുതെ വെറുതെ ഈ കിണറ്റിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വെള്ളം എടുക്കുവോ എന്റെ പ്രസിഡന്റ് ചേട്ടാ? ചരിത്രം പരിശോധിച്ചാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ഈ ക്ഷേത്രത്തിനും അത്ര തന്നെ ബന്ധമുണ്ട് ഈ കിണറുമായിട്ട്. ചേട്ടാ, ചരിത്രം പരിശോധിച്ചാലേ ഈ കിണറ് നമ്മുടെ സമുദായത്തിന്റെയാ. ഇത് മണ്ണിട്ട് മൂടിയാലേ പുരാതനമായി നമ്മുടെ കയ്യിലിരിക്കുന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ള നമ്മുടെ സമുദായത്തിന്റെ അടയാളമാ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നു. ചേട്ടനൊക്കെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോ ഇതൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്കതാ സങ്കടം. പറയുന്നതൊക്കെ നേരെ, പക്ഷേ എന്തു പക്ഷേ? എന്റെ ചേട്ടാ, നമ്മളെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിച്ചോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാ ഇത്. അതുകൊണ്ട് നമ്മൾ ഈ കിണറ് മൂടാൻ സമ്മതിക്കരുത്. അതെങ്ങനെ ശരിയാവും? ബഷീറിനോട് സഹകരിക്കാന്ന് പറഞ്ഞതല്ലേ? എന്റെ ചേട്ടാ, ബഷീറിന്റേതായ അജണ്ട ഉണ്ട്. നമ്മൾ അതിന് കൂട്ടു നിൽക്കണോ? ഈ കിണർ നമ്മൾ നികത്തുന്നില്ല. അത്രേ ഉള്ളൂ. കൊല്ലം കുട്ടികൾക്ക് വിദ്യ എന്ന ധനം പകർന്നു കൊടുത്ത ഈ രാഘവ ഭാഷ ഒരു ഭീരുവിനെ പോലെ ഈ ലോകത്തിൽ നിന്നും ഒളിച്ചോടി പോവുകയാ. വേറെ നിവർത്തിയില്ല. എന്നെ പോലെ എത്രയോ അച്ഛന്മാർ ഈ തൂക്കുകയർ ഇരയായിട്ടുണ്ടാവും. എത്രയോ പേർ ഈ തൂക്കുകയർ കാത്തിരിക്കുന്നുണ്ടാവും.
പൊന്നും പോലെ കല്യാണം മുടങ്ങുന്നത് കാണാൻ ഈ അച്ഛന് കഴിയില്ല പോലെ. കള്ളം കൊണ്ടുപോയ ആഭരണങ്ങളില്ലാതെ ഈ കല്യാണം നടക്കില്ല മോളെ. കള്ളം കൊണ്ടുപോയി നന്നായി അച്ഛാ. അല്ലെങ്കിൽ ആ പണക്കുതിന് വന്ന വീട്ടിൽ ഞാൻ നരകിക്കേണ്ടി വന്നേനെ. അതെ അച്ഛാ, കിരൺ എന്നെ ഇന്നലെ അവസാനമായി വിളിച്ചിരുന്നു. എന്റെ സ്നേഹത്തിനൊപ്പം സ്വർണം പണവും വെച്ച് തൂക്കിയാൽ മാത്രമേ അവന്റെ സ്നേഹം കിട്ടുള്ളൂ എന്ന് പറയാൻ വേണ്ടി. നമുക്കിപ്പോ സ്വർണ്ണമല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതിന്റെ ജീവന് വരെ നഷ്ടപ്പെട്ടതാണെന്ന് കരുതിയാൽ മതി. ഈ നാട്ടുകാരോട് അച്ഛൻ എന്ത് സമാധാനം പറയും? എന്റെ കുട്ടിയുടെ ഭാവി. അച്ഛാ, ഈ നാട്ടുകാരുടെ മുമ്പിൽ നട്ടിലെ നിവർത്തി നിന്ന് എന്റെ അച്ഛൻ പറയണം, എന്റെ മകളുടെ ചെലവിൽ കഴിയേണ്ട കുടുംബത്തിലേക്ക് അവളെ ഞാൻ കൊടുക്കില്ല എന്ന്. ആത്മാഭിമാനമുള്ള ഒരാളെടുത്തിനെ അവളെ ഞാൻ കൊടുക്കുള്ളൂ എന്ന് പറയണം അച്ഛാ. നമ്മുടെ സമുദായക്കാരോട് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്നു. നേരത്തെ തന്നെ എത്തിയല്ലോ. വരാതിരിക്കാൻ പറ്റുമോ? എന്റെ സമുദായത്തിന് ആപത്ത് വരുമ്പോൾ ഞാൻ മുന്നിൽ തന്നെ നിന്നല്ലേ പറ്റൂ. ആപത്തോ? എന്താപത്ത്? ബഷീറേ, ഈ കിണർ ഞങ്ങളുടെ സമുദായമായ കിണറാണ്. ചരിത്രായുധ കാലം മുതൽ ഈ കിണർ ഇവിടെ ഉണ്ട്. ഇത് നികത്താൻ ഞങ്ങൾ ആരെയും അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു കഥ ഇവിടെ ആരും കേട്ടിട്ടില്ല. ബഷീർ കേൾക്കില്ല. അതിന്റെ കുട്ടൻസ് വേറെ അല്ല വില. പ്രസിഡന്റ്, തന്നെ നാറിയ വർഗീയത ഇവിടെ എടുക്കുന്നു. നിനക്ക് കാണിക്കാം അല്ലേ? നിങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ കേട്ടോ. വഴിയരികിൽ അപകടമായി നിൽക്കുന്ന ഈ കിണർ നികത്തേണ്ടത് ഈ നാടിന്റെ അത്യാവശ്യമാണ്. ഇവരെ നികത്താൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ അതുപോലെ ചെയ്യാം. ഞങ്ങളെ കൂടെ ഉണ്ട്. എന്റെ സമുദായത്തിന് ആപത്ത് വന്ന കൈ നോക്കി നിൽക്കാൻ ഈ വേലായിനെ കൊണ്ടാവില്ല. ഈ കിണർ ഇത് സത്യമുള്ള ഈ കിണർ മണ്ണിന്റെ മൂടാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങളുടെ വേലായത് നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സമുദായത്തിന് വേണ്ടി രക്തസാക്ഷിയാവുകയാണ്. വേലായുധ സ്വന്തം സമുദായത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ വരെ തയ്യാറായ വേലായുധൻ തന്റെ സമുദായത്തിന് നേതൃനിരയിൽ വരികയും തുടർന്ന് പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ച് ഖദർദാരിയായി മാറുകയും ചെയ്തു. ചില എടുത്തുചാട്ടങ്ങളാണല്ലോ ജീവിതം വഴിമാറ്റുന്നത്. വേലായുധന്റെ ചാട്ടം വേലായുധൻ സാറാക്കുകയും പ്രസിഡന്റിനെ വെറും ഗംഗാധരനാക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ വേണം. സത്യസന്ധനായിരിക്കണം, അല്ല യൂദാസാകരുത് കേട്ടാ.
ഓടോ. ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു. നീയൊക്കെ എന്താ വിചാരിച്ച് ഞാൻ ചത്തുപോയെന്നോ? അല്ലേ, നല്ല വിവരമുള്ളതാ. അങ്ങനെയൊന്നും പെട്ട ചാവില്ലടാ. പട്ടി ചട്ടി. ഒരു നേതാവ് വന്നിരിക്കുന്നു. പിന്നെന്തോ ആരുടെ നേതാവാക്കിയത്? ഒരിക്കലും പട്ടി കടിക്കില്ല. ഒരു മോഷണത്തോടു കൂടി ഈ തൊഴിൽ അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതി എനിക്ക് മനസ്സിലായി ഇവിടം മോഷണത്തിന് പറ്റിയ മണ്ണാണ്. അതും ചെറുതല്ല, വലിയ വലിയ മോഷണങ്ങൾ. പക്ഷേ അതിന് നമ്മളോടൊപ്പം രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന്, ഇതുപോലുള്ള കിണറുകൾ. പിന്നെ ഇത് ആശാനെ ആള് കൊള്ളാമല്ലാണ് നന്നായി വരും. എനിക്കൊരു അല്പം തിരക്കുണ്ട്. ആശാൻ പൊക്കോ. ഞാൻ വീട്ടിൽ വന്ന് കണ്ടോളാം കേട്ടോ. ഓക്കെ, ശരി ആശാൻ. അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. അല്ല പത്താഴ്ച ഇവിടെ നിന്ന് പിരിയാൻ സമയമില്ല. വീട്ടിലേക്ക് പോകുന്നത് പോലും വർഷപ്പോഴും ഒരിക്കലാണ്. അത് പിന്നെ സാറിന്റെ തിരക്കൊക്കെ എനിക്കറിയത്തില്ലയോ? പൊതുപ്രവർത്തനം, സാമുദായിക സംഘടനകളുടെ പ്രവർത്തനം, അതിനെല്ലാം പുറമെ പാവങ്ങളായ ജനങ്ങളെ സഹായിക്കൽ വേറെ. എന്ത് ചെയ്യാൻ പത്താഴ്ച? നമ്മുടെ നാട്ടുകാർക്ക് ഒരു ആവശ്യം വന്നാ സഹായിച്ചല്ലേ പറ്റൂ. എന്താ പത്താഴ്ച വന്നത്? അപ്പൊ സാർ എന്നോട് പറഞ്ഞൊക്കെ മറന്നോ? സാറിന്റെ സാമുദായിക സ്കൂളില് അധ്യാപകന്റെ ഒഴിവിലേക്ക് എന്റെ മകനെ നിയമിക്കുന്ന കാര്യം എല്ലാം മറന്നോ? എന്റെ പത്താഴ്ച അതൊക്കെ നമുക്ക് ശരിയാക്കാവുന്നേ. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കേ. ഞാനില്ലേ ഇവിടെ. പിന്നെ പറഞ്ഞ പൈസ അതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഓ ശരി, ഞാൻ റെഡിയാക്കൂല്ലോ. ശരി പത്താഴ്ച. പിന്നെ അപ്പൊ ശരി. സമൂഹത്തിന് പുറത്തുള്ള കള്ളന്മാരെ തിരയുന്ന പ്രബുദ്ധ ജനതയ്ക്ക് ഉള്ളിലുള്ള കള്ളനെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. വേലായുധന്മാർ നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക, കള്ളനകത്തുണ്ട്. ഏവർക്കും തേക്കാട്ടുശ്ശേരി കലിയുടെ നന്ദി, സ്നേഹം.